മാളികയിൽ വിവാഹത്തലേന്ന് ഭക്ഷ്യവസ്തുവിൽ മണ്ണിട്ടതായി വിവാദമായ സംഭവത്തിനെതിരെ കുടുംബം രംഗത്ത്. വിവാഹ സൽക്കാരങ്ങളിലെ മാലിന്യം കത്തിക്കുകയും പറമ്പിൽ തള്ളിയതായും പരാതി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പും പഞ്ചായത്തും സ്ഥലത്ത് പരിശോധന നടത്തി. മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാളികയിൽ റഫീഖുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിക്ക് തങ്ങളുടെ പിതാവ് നൽകിയ ഭൂമിയേക്കാൾ 3.5 സെന്റ് സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സ്ഥലം പലതവണ അളക്കാൻ അധികൃതർ എത്തിയപ്പോഴും മദ്രസ കമ്മിറ്റി തടയുകയായിരുന്നു. ഇതിനിടെയാണ് മദ്രസയ്ക്ക് നിയമവിരുദ്ധമായി ഓഡിറ്റോറിയം പണിയുന്നത്. തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ കിണറിന് സമീപം ഇറച്ചിയും മറ്റും കഴുകുന്നത് തടഞ്ഞതാണ് നാട്ടുകാരിൽ ചിലർ പ്രശ്നമാക്കിയത്. ഇതിനെതിരെ ശബ്ദമുയർത്തിയതോടെ ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയാണുണ്ടായത്. മാലിന്യം കത്തിക്കുകയും തങ്ങളുടെ സ്ഥലത്ത് തള്ളുകയും ചെയ്തതിനെതിരെ പരാതി നൽകിയിരുന്നു. ഇത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മാലിന്യം തള്ളിയ സംഭവം ഇല്ലാതാക്കാൻ നോക്കുകയാണ്. VP നൌഷാദ് എന്ന അസ്ലം, ഭാര്യയും ഫസീല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടുകാരെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് രണ്ടുപേരും വിശദീകരിച്ചു. ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ചെറിയൊരു തർക്കം നടക്കുന്നത് കാരണം അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാനുണ്ട്, നമ്മുടെ നാട്ടുകാരോടും. പിന്നെ ഈ വീഡിയോ കണ്ടു ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ബാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് 2009 പിന്നെ 6.25 സെൻറ്റ് സ്ഥലമാണ് മദ്രസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ബാപ്പാൻ്റെ സ്ഥലത്തേക്കുള്ള പിന്നെ വഴിക്ക് വേണ്ടിയിട്ട് 2 സെൻറ്റും 2 പോയിൻറ്റും മദ്രസയിൽ നിന്ന് ഞങ്ങൾക്കും ബാപ്പാക്ക് രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ പിന്നെ 3 നിലൻ്റെ ഒരു ബിൽഡിങ് നടക്കുന്നുണ്ട്. അത് പഞ്ചായത്തിൻ്റെ ഒരു രേഖയോ കാര്യങ്ങളോ അനുമതിയോ ഒന്നും ഇല്ലാതെയാണ് ആ ബിൽഡിങ് അവിടെ നിലകൊള്ളുന്നത്. പിന്നെ അവിടെ ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. അത് ഓല് എന്ത് ചെയ്തിട്ടുണ്ട്, 6.25 സെൻറ്റ് സ്ഥലമുള്ളത് 9 സെൻറ്റ് സ്ഥലത്തോളം അവർ പിന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ അന്നത്തെ 2009 കമ്മിറ്റിക്കാർ 9 സെൻറ്റ് സ്ഥലത്തോളം ഓള് പിന്നെ കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഒരു പ്രശ്നത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് കിണറ്റിലേക്കുള്ള വഴി അതിന് തൊട്ട് തന്നെ 8.5 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് വാപ്പ തന്നിട്ടുള്ളത്. ആ 8.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ എനിക്ക് ഈ കിണർ എന്ന് പറയുന്നത് മദ്രസക്കും ഞങ്ങൾക്കും കാലാകാലം വെള്ളമെടുക്കുക എന്ന് വാക്കാല കൊടുത്തിട്ടുള്ളൂ, രജിസ്റ്റർ കൊടുത്തിട്ടില്ല. ഇത് ഇന്നും ബാപ്പാൻ്റെ പേരിലാണ് ആ കിണർ കിടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ ഇവർ അവിടെ ഓഡിറ്റോറിയം പണിയത് ഞങ്ങളുടെ സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. അത് പണി നടക്കാതിരിക്കാനും വെള്ളത്തിൻ്റെ പേരിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ വിവാഹം പിന്നെ 17/4/2026 വെള്ളിയാഴ്ച ശനിയാഴ്ചത്തെ വിവാഹത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം വെള്ളിയാഴ്ച അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കണ്ട, വിവാഹങ്ങൾ നടത്തിക്കോളി എന്നാണ് പറഞ്ഞത്. ഫുഡ് ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞത്. ഫുഡ് നിങ്ങൾ പുറത്തുനിന്ന് വെച്ചിട്ട് കൊണ്ടുവന്നോളി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരത് കേട്ടില്ല. അവരെന്ത് ചെയ്തു, അവർ പിന്നെ വാശിയായി കണ്ട് ഫുഡ് ഉണ്ടാക്കും. ഒരു പെണ്ണിൻ്റെ വീല് നമ്മൾ താന്നു കൊടുക്കണോ? ഒരു പെണ്ണല്ലേ, എന്താ ഒരു പെണ്ണിന് ഇത്ര ഇത്, അവളെ പെണ്ണിൻ്റെ ഇതിൽ നമ്മൾ താന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവരവിടെ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ അത് ചിക്കൻ കഴുകുന്നത് കിണറ്റിലേക്കാണ് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത്. ഇത് പറമ്പല്ല, പാടാണ്. അതുകൊണ്ട് ഈ ഇറച്ചി കഴുകുന്ന വെള്ളം ഫുള്ള് പിന്നെ കിണറ്റിലേക്കാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇല്ല, ആൾമറല്ല, അത് ഫുൾ ആൾമറ ഉണ്ടായിരുന്നു. അവർ നമ്മൾ അനുവാദമില്ലാതെ മണ്ണിട്ട് മൂടി. അതേമാതിരി എനിക്ക് 8 സെൻറ്റ് സ്ഥലം തന്നതിൽ ഒരു പിന്നെ 5 അടി വീതി പിന്നെ 6 അടി നീളമുള്ള സ്ഥലം അതും കൂടി അവർ പിന്നെ കല്ലുകൊണ്ട് കെട്ടിയിട്ട് മണ്ണിട്ടിരിക്കുന്നത്. അതൊന്നും എൻ്റെ അനുവാദമില്ലാതെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്താലും എനിക്കൊന്നും സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഞാൻ പിന്നെ അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ താഴ്ത്തുക. സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് ആണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അതുപോലെ കിണറ്റിക്ക് പോണത് ഇറച്ചി വേസ്റ്റ് നമ്മൾ കണ്ടതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ആയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI സാർ എന്നെ കണ്ടതോടുകൂടി തന്നെ എന്നോട് ഗൗരവമായിട്ടാണ് പെരുമാറിയത്. അയാൾ എന്നോട് ഇത് രാവിലെ വരണ്ടേ എന്നുള്ളതാണ് പറഞ്ഞത്. രാവിലെ വന്നുകൊണ്ട് പറയേണ്ടതെന്നാൽ ഞങ്ങൾ ഫുഡ് അവിടെ ഉണ്ടാക്കാൻ അയക്കൂലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. ഇറച്ചി കഴുകുന്നത് കണ്ടതോടുകൂടി അത് വീഡിയോ എടുത്തിട്ട് നമ്മൾ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇത് വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ, ഞാൻ വിളിച്ചാലോട് വിളിച്ചിട്ടുണ്ട്. SI സാർ എന്നോട് പറഞ്ഞത് ഞാൻ വിളിക്കാലോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ ചെയ്യാണ്, ഇങ്ങനെ അവിടെ തടയാണ് കേട്ടോ എന്ന് പറഞ്ഞു. തടയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞിട്ടാണ് ഞാനത് തടഞ്ഞത്. SI സാറാണ് എന്നോട് അത് തടയാൻ പറഞ്ഞത്. സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ തടഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം നമുക്ക് എന്താണ് ആവശ്യം ചോദിച്ചാൽ അവിടെ ഓഡിറ്റോറിയം പാടില്ല.
ഫുഡും എല്ലാ വേസ്റ്റും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയിട്ടും ഇല്ല, വേസ്റ്റ് ഫുള്ളും നമ്മളെ സ്ഥലത്തേക്കാണ് തട്ടിക്കുന്നത്. എല്ലാ വേസ്റ്റും നമ്മളെ സ്ഥലത്തേക്കാണ് തട്ടിക്കുന്നത്. അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ വീഡിയോ സഹിതം നമ്മൾ നിങ്ങൾക്ക് തരാം. എല്ലാ വീഡിയോസും നമ്മളെ കയ്യിലുണ്ട്. പിന്നെ അവർക്കുള്ള പരാതി എന്താ വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് എടുക്കുകയാണ്, തെളിവുണ്ടാക്കുകയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഹെൽത്തുകാരും പിന്നെ ചോക്കാട് പഞ്ചായത്തിലത്തെ ഓഫീസർമാരും വന്നു. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിന് മാട്ടായി മുഹമ്മദ് കുട്ടിയും പിന്നെ വാഗപ്പറ്റ അദ്വാക്ക, പിന്നെ പാലക്കത്തോണ്ടി സലാം, പിന്നെ ഏനിത്തൊഴുക സെയ്തലവി, ഇവരൊക്കെ വന്നിട്ട് ഞങ്ങളോട് പിന്നെ ഭയങ്കരമായിട്ട് കയർത്തു. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയേക്കാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ പിന്നെ വക വരുത്തുന്നവരെ പറഞ്ഞിട്ടുണ്ട്. വക വരുത്തുന്നവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭീഷണിയിലാണ് ശരിക്ക്. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക വെച്ചാൽ ഇവിടെ ഓഡിറ്റോറിയം പറ്റൂല. അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ പരിപാടി അവിടെ പറ്റൂല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നായകളെ ശല്യം, പിന്നെ കാക്കകളൊക്കെ കൊത്തിയിട്ട് എല്ലാ വേസ്റ്റും കയറ്റിലേക്കാണ് കാക്കണം. അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പാടം ആയതുകൊണ്ട് നായകൾ ഇല്ല സ്ഥലമാണ്. പക്ഷേ ഈ ഒരു വാസന കേട്ടിട്ട് നായകൾ നമ്മളെ പരിസരത്തുനിന്ന് പോകുന്നേ ഇല്ല. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.